ഞാൻ അവസാനിപ്പിക്കട്ടെ. മൂന്നാമത്തെ സാധനം ജീവിതം. ഈ ഫിലോസഫി എന്ന് പറഞ്ഞാലേ തടിച്ച പുസ്തകങ്ങൾ എഴുതിയിട്ട് അലമാരയ്ക്കകത്തുകൊണ്ട് അടച്ചു വയ്ക്കേണ്ട സാധനമല്ല. അങ്ങനെ അടച്ചു വെച്ചാൽ അത് അവിടെ ഇരിക്കും, ആരും വായിക്കാനൊന്നും പോകണം. ഫിലോസഫി എന്ന് പറയുന്ന സാധനത്തിന് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റണം. ആരാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉപയോക്താക്കളാവേണ്ടത്? ഈ നാട്ടിലെ സാധാരണ മനുഷ്യരല്ലേ. ഗുരുവിനതറിയാം. ഇവിടുത്തെ പണ്ഡിതന്മാരും ഭയങ്കര ഭൂപ്രഭുക്കന്മാരും രാജാക്കന്മാരും അല്ല ഇത് പഠിക്കേണ്ടത്, നാട്ടിലെ സാധാരണ മനുഷ്യർ. അതുകൊണ്ട് ഗുരു അവരോട് പറഞ്ഞു, കായവാക്ഛേദസാം ശുദ്ധിരിന്ദ്രിയാണാം ഗൃഹസ്യാജ സംക്ഷേപാൻ മർത്യവർഗസ്യ പഞ്ചയിതാ ശുദ്ധയാ സ്മൃത. 5 ശുദ്ധി, പഞ്ചശുദ്ധി: കായം, വാക്ക്, മനസ്സ്. അതാണ് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം. പുറമേക്ക് ഭയങ്കര ക്ലീനാണ്, അകം മൊത്തം മാലിന്യമാണ്. ഭഗവാനെ, ഈ മാലിന്യത്തിൽ നിന്ന് നീ ഈ ഭൂമിയെ രക്ഷിക്കുന്നത് പോലെ മനുഷ്യരെയും രക്ഷിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. അത് പണ്ട് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പള്ളിയിലച്ഛനോട് ചോദിച്ച പോലെയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ. അവ്വിനു ശഭാഷമായും ഇത്കദേശം ഹാത്തവോ മൽക്കുദേക്കാമ ആറസ്കറ അസ്യൻ. അപ്പോൾ പള്ളിയിലച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ബുദ്ധിജീവി എണീറ്റ് എന്ന് ചോദിച്ചു, അച്ഛോ, ആ പ്രാർത്ഥന ഒന്നുകൂടെ പറയാമോ? പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ. അവിടെ നിർത്ത്. അച്ഛൻ എന്താ പറഞ്ഞേ? അങ്ങയുടെ രാജ്യം വരയണമേ. അല്ലാതെ ആ രാജ്യത്തോട്ട് നമ്മൾ പോവേണമേ എന്നല്ലല്ലോ. നമ്മളെല്ലാം കൂടെ ആ രാജ്യത്തോട്ട് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചത് ആ രാജ്യം ഇവിടെ വരണം. എവിടെ വരണം? അപ്പോഴാണ് അച്ഛനും അത് ആലോചിക്കുന്നത്. എത്രയോ വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴാണ് അർത്ഥം മനസ്സിലായത്. അത് ശരിയാണല്ലോ. അപ്പം ആ രാജ്യം എവിടെ വരണം? ഇവിടെ വരണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വരണം. ഭൂമിയിൽ വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. അതാണ് ഗുരു പറയണത്. കായ, വാക്, മനഃശുദ്ധി, ഇന്ദ്രിയ ശുദ്ധി, വീടും ശുദ്ധിയാവണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ വീട് ശുദ്ധിയാണ്, പക്ഷെ വീടിൻ്റെ പുറത്ത് മൊത്തം മാലിന്യമാണ്. എന്നാൽ ഗൃഹസ്യാജ അല്ല, വീട് ശുദ്ധമല്ല. വീടെന്ന് പറഞ്ഞാൽ എവിടെ? ഭൂമിയാണ് വീട്. അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോഴോ ഇതിൻ്റെ ഈ മിസോസ്ഫിയറും അതിൽ വരും. ഓസോൺ പാളിയും വെച്ചൊരു ഭൂമി ഇരുന്ന ഗുരു പറഞ്ഞ ശുദ്ധി ഭൂമിക്കില്ല. സമുദ്രം ശുചിയാവണം, കിണർ ശുചിയാവണം, വെള്ളമില്ല. മസാറു ഇമോട്ടോ, ഞാൻ നിർത്തട്ടെ. മസാറു ഇമോട്ടോ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റിൻ്റെ പരീക്ഷണമുണ്ട്. മസാറു ഇമോട്ടോ, അദ്ദേഹം ജാപ്പനീസ് സയൻറ്റിസ്റ്റാണ്. പുള്ളി ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ച ഒരു ഇൻറ്റ്യൂഷനാണ്. ജീവൻ ജലത്തിൽ നിന്ന് ഉത്ഭവിച്ചു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ജലത്തിന് ജീവൻ ഉണ്ടാവണ്ടേ? പുള്ളി ഈ സാധനത്തിന് നേച്ചർ എന്ന ലോകപ്രശസ്ത സയൻസ് മാഗസിനിൽ അയച്ചു കൊടുത്തപ്പോൾ അവർ തിരസ്കരിച്ചു. അത് അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈപ്പോത്തിസിസ് അല്ല എന്ന് പറഞ്ഞു. ഇമോട്ടോ തൻ്റെ ചിന്തയെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന പരീക്ഷണത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഒരു കെമിസ്ട്രി സ്കോളറെ കൂട്ടിന് കിട്ടി. ആ സ്കോളറും ഇയാളും കൂടി പരീക്ഷണം നടത്തി. അതിപ്പോൾ ഇന്ന് ലോകത്തിൽ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബെസ്റ്റ് സെല്ലറുകളിലൊന്നാണ് ദി ഹിഡൻ മെസ്സേജസ് ഓഫ് ഇൻ വാട്ടർ എന്ന് പറയുന്ന ജലത്തിൻ്റെ രഹസ്യ സന്ദേശങ്ങൾ. അദ്ദേഹം ചെയ്തത് 50 തരം വെള്ളമെടുത്തു. അങ്ങനെ കിണറ്റിലെ വെള്ളം, മഴവെള്ളം, പുഴയിലെ വെള്ളം, മാലിന്യം, കക്കൂസിലെ വെള്ളം, പാത്രം കഴുകുന്ന വെള്ളം, നമ്മൾ കുപ്പിയിലടച്ച് കുടിക്കുന്ന മിനറൽ വാട്ടർ എന്ന് പറയുന്ന വെള്ളം, വലിയ വില കൊടുത്ത് വാങ്ങുന്ന വെള്ളം, ഭൂമി അടിയിലെ ഉറവയിലെ വെള്ളം, തുഷാരം, മഞ്ഞുതുള്ളി. ഈ 50 വെള്ളമെടുത്തിട്ട് 50 പെട്രി ഡിഷ്, ചെറിയ ഡിഷുകളിൽ ഒഴിച്ച് അദ്ദേഹം -20 ഡിഗ്രി സെൽഷ്യസിൽ കഠിനമായി തണുപ്പിച്ചിട്ട് ആ കിട്ടുന്ന ഐസ് ക്യൂബിനെ എടുത്തിട്ട് അതിശക്തമായിട്ടുള്ള മൈക്രോസ്കോപ്പിലൂടെ അതിനെ പരീക്ഷിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ സന്ദേശം കണ്ടിട്ട് അദ്ദേഹം യുറേക്ക എന്ന് വിളിച്ച് തെരുവിലൂടെ ഓടിയിരിക്കണം. പുള്ളി പറഞ്ഞത്, ജീവനുള്ള വെള്ളം മാത്രമേ ക്രിസ്റ്റലുകളെ ഉണ്ടാക്കുന്നുള്ളൂ. അതിനെ തിരിച്ചിട്ടാൽ ക്രിസ്റ്റലുകളെ ഉണ്ടാക്കുന്ന വെള്ളം മാത്രമാണ് ജീവനുള്ള വെള്ളം. ഏതാണ് ഈ ജീവനുള്ള വെള്ളം? പുള്ളി 50 എണ്ണത്തിൽ നിന്ന് ജീവനുള്ളത് ജീവനില്ലാത്ത വെള്ളത്തെ തരംതിരിച്ചു. ഒന്ന്, കിണറ്റിലെ വെള്ളത്തിന് ജീവനുണ്ട്, പക്ഷെ പാത്രം കഴുകിയ വെള്ളത്തിന് ജീവനില്ല. കുപ്പിയിലെ വെള്ളത്തിന് ജീവനില്ല, മഴവെള്ളത്തിന് ജീവനുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ നമ്മളോട് വെള്ളത്തിൻ്റെ മുമ്പിലൊരു വാക്കൂടെ പറഞ്ഞു, പച്ചവെള്ളം. ഈ പച്ചവെള്ളം
ചൂടാക്കിയ വെള്ളത്തിന് ആരും പച്ചവെള്ളമെന്ന് പറയാറില്ല. ഈ പച്ചവെള്ളം ക്രിസ്റ്റലിനെ ഉണ്ടാക്കും, ചൂടുവെള്ളം ക്രിസ്റ്റലിനെ ഉണ്ടാക്കില്ല. പച്ചവെള്ളത്തിൽ ജീവനുണ്ട്. പക്ഷേ ഇമോട്ടോ പറഞ്ഞ ഈ ഒബ്സർവേഷൻ്റെ അപകടം എവിടെയാണ് കിടക്കണമെന്നറിയാമോ? ഒരു 60 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം എടുത്താൽ ഇവിടുത്തെ ജലശേഖരത്തിൽ 80% ശുദ്ധജലമായിരുന്നു, പച്ചവെള്ളം. ഇന്ന് 80%-ലേറെ അശുദ്ധജലമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഈ മഹാരോഗങ്ങളുടെ കാരണം അന്വേഷിച്ച് നമ്മൾ വേറെ എവിടെയും പോണ്ട. നമ്മൾ ചവിട്ടി നിൽക്കുന്ന പാദത്തിൻ്റെ ചുവട്ടിലെ മണ്ണെടുത്തൊന്ന് രുചിച്ചു നോക്കിയാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഗുരു ശിവശതകത്തിൽ ഇങ്ങനൊരു പ്രാർത്ഥന പറയുന്നത്: മലയതിലുണ്ട് മരുന്ന് 3 പാമ്പും, പുലിയും അതിനിരുപാടുമുണ്ടു കാവൽ. പുലയനതെടുത്തു ഭുജിച്ചു പാതിയെന്നും, വിലസതി നീയുമെടുത്തുകൊള്ളുക നെഞ്ചേ. പാതി അവിടെ തന്നെ ഉണ്ട്. പാതിയാണ് ഭഗവാൻ എടുത്തുകൊണ്ട് പോയത്. പാതി അവിടെ തന്നെ ഉണ്ട്. ഒരു പുലിയും പാമ്പും അപ്പുറത്തും ഇപ്പുറത്തും കാവലുണ്ട്. പക്ഷെ പാതി നമ്മൾ എടുക്കണം. എന്ന് പറഞ്ഞാൽ നാം അനുഭവിക്കുന്ന വേദനകൾക്കും നാം അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കുമുള്ള മരുന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ അതറിയണം. അതിനെ എടുക്കാനുള്ള ഗട്ട്സ് നാം കാണിക്കണം എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ആ പറച്ചിലാണ് ഗുരു നമുക്ക് തന്ന ജീവിതം. അതിനെത്ര നന്ദി പറഞ്ഞാൽ മതിയാകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തൽക്കാലം ഞാനതിന് നന്ദി പറയുന്നില്ല. കാരണം അത് അത്രമേൽ അൻപോടുകൂടി ഗുരു നമുക്കുമേൽ അനുഗ്രഹിച്ച് നൽകിയ ഒരു സത്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി എൻ്റെ ചിതറിയ ചിന്തകളുടെ ഈ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ.